അവർക്കും നമസ്കാരം. ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സ് റിവിഷനാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററായ ഇൻകം ഫ്രം സാലറീസ്, അതിൽ അലവൻസസ് എന്ന് പറയുന്ന ഭാഗം പൂർണ്ണമായിട്ടും എടുത്തു കഴിഞ്ഞതാണ്. സാലറീസ് എന്ന് പറയുന്ന മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗം ആയ വീഡിയോയിൽ നമ്മൾ അലവൻസസ് കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞു. ഇനി ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പ്രോവിഡൻറ്റ് ഫണ്ടാണ്. ഓക്കെ, അപ്പോൾ പ്രോവിഡൻറ്റ് ഫണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അലവൻസ് പോലെ തന്നെ സാലറീസിൽ വരുന്ന എല്ലാ ഭാഗങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എല്ലാം കൂടി കൂട്ടി അണക്കിക്കൊണ്ട് ഒരു ചോദ്യം പോലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ പ്രോവിഡൻറ്റ് ഫണ്ട് ഇസ് എ ഫണ്ട് ക്രിയേറ്റഡ് ഫോർ ദ ഫ്യൂച്ചർ. അതായത് ഭാവിയിലേക്ക് വേണ്ടി ഒരു ഫണ്ട്, ഒരു തുക കരുതി വെക്കുന്നതിൻ്റെ പേരാണ് പ്രോവിഡൻറ്റ് ഫണ്ട് എന്ന് വെച്ചാൽ. ദ എമൗണ്ട് അവൈലബിൾ ഇൻ ദിസ് ഫണ്ട് ഈസ് ഗിവൺ ടു ദി എംപ്ലോയി ഓൺ റിട്ടയർമെൻറ്റ്. അതായത് റിട്ടയർമെൻറ്റ് സമയത്താണ് എംപ്ലോയിക്ക് ഈ ഒരു എമൗണ്ട് എംപ്ലോയർ കൊടുക്കുന്നത്. പ്രോവിഡൻറ്റ് ഫണ്ട് ആർ ഓഫ് 4 ടൈപ്സ്. 4 തരം പ്രോവിഡൻറ്റ് ഫണ്ടുകളാണുള്ളത്. ആദ്യത്തേത് സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡൻറ്റ് ഫണ്ട്, രണ്ടാമത്തേത് റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട്, മൂന്നാമത്തേത് അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട്, നാലാമത്തേത് പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ട്. ഇനി ഇത് ഓരോന്നും നമുക്ക് വിശദമായിട്ട് നോക്കണം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡൻറ്റ് ഫണ്ട്. ദിസ് ഈസ് എ ഫണ്ട് ക്രിയേറ്റഡ് ആസ് പെർ ഇന്ത്യൻ പ്രോവിഡൻറ്റ് ഫണ്ട് ആക്ട് 1925. 1925 ഇന്ത്യൻ പ്രോവിഡൻറ്റ് ഫണ്ട് ആക്ട് പ്രകാരം ഉണ്ടാക്കുന്ന പ്രോവിഡൻറ്റ് ഫണ്ടാണ് സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡൻറ്റ് ഫണ്ട്. ജനറലി ദിസ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ദി ഗവൺമെൻറ് ഓർ സെമി ഗവൺമെൻറ് ഓഫീസസ്, ലോക്കൽ അതോറിറ്റീസ്, യൂണിവേഴ്സിറ്റീസ്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് ആൻഡ് നാഷണലൈസ്ഡ് ബാങ്ക്സ്. ഓക്കെ, നാഷണലൈസ് ചെയ്യപ്പെട്ട ബാങ്കുകൾ, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ്, അതായത് ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക നിയമപ്രകാരം നിലവിൽ വന്ന കമ്പനികൾ, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ്, അതേപോലെ യൂണിവേഴ്സിറ്റീസ്, ലോക്കൽ അതോറിറ്റീസ്, പഞ്ചായത്തുകൾ, കോർപ്പറേഷൻസ്, അതേപോലെ ഗവൺമെൻറ്റും സെമി ഗവൺമെൻറ് ബോഡീസും ഒക്കെ എംപ്ലോയീസിന്, അവിടെയൊക്കെ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് വരാൻ പോകുന്നത് സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡൻറ്റ് ഫണ്ടാണ്. ഇത് ഏത് നിയമപ്രകാരമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇന്ത്യൻ പ്രോവിഡൻറ്റ് ഫണ്ട് ആക്ട് 1925 പ്രകാരമാണ് കൈകാര്യം ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് പ്രൈവറ്റ് എംപ്ലോയർ ഒരു 15,000 രൂപ റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ടിലേക്ക് നിക്ഷേപിക്കുന്നുണ്ട് എന്ന് കരുതാം. അങ്ങനെ ആകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 12% ഓഫ് സാലറി 12,000 രൂപയാണെങ്കിൽ എംപ്ലോയർ നിക്ഷേപിക്കുന്നത് 15,000 രൂപയാകുമ്പോൾ 3,000 രൂപ, അതിൻ്റെ ഡിഫറൻസ് ആയ 3,000 രൂപയാവും ടാക്സബിൾ. ഓക്കെ, ആ ഒരു എക്സസ് എമൗണ്ട് മാത്രമേ ടാക്സബിൾ ആവുന്നുള്ളൂ റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ടിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ. ഇനി അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ടിൻ്റെ കേസ് നോക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ടുകളെ കുറിച്ചാണ് നോക്കാനുള്ളത്. അത് എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷൻ, ഇറ്റ് ഈസ് നോട്ട് ടാക്സബിൾ. അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട് ആകുമ്പോൾ അത് ടാക്സബിൾ അല്ല. ഓക്കെ, ഇനി എംപ്ലോയീസിൻ്റെ കോൺട്രിബ്യൂഷൻ നോക്കാം. സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡൻറ്റ് ഫണ്ട് ആകുമ്പോൾ അത് ടാക്സബിൾ ആണ്. എംപ്ലോയിൻ്റെ കോൺട്രിബ്യൂഷൻ ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ സാലറി. എംപ്ലോയിൻ്റെ കോൺട്രിബ്യൂഷൻ ആണ് ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ സാലറി, അത് ടാക്സബിൾ ആണ്. റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ടിലും ഇറ്റ് ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദ സാലറി, ഇറ്റ് ഈസ് ടാക്സബിൾ. അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട് ആകുമ്പോഴും ഇറ്റ് ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദ സാലറി, ഇറ്റ് ഈസ് ഓൾസോ ടാക്സബിൾ. അപ്പോൾ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ 3 കേസിലും എന്താണ്, ടാക്സബിൾ ആണ്. ഇനി അടുത്ത ശ്രദ്ധിക്കുക, മൂന്നാമത്തെ കേസ് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു പ്രോവിഡൻറ്റ് ഫണ്ട്. അതായത് പ്രോവിഡൻറ്റ് ഫണ്ടിലേക്ക് ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. അതായത് ഒരു ഫണ്ട് നമ്മൾ അവിടെ നിക്ഷേപിക്കുകയാണ്, അപ്പോൾ അതിലേക്ക് ഒരു നിശ്ചിത ശതമാനം ഇൻട്രസ്റ്റും കിട്ടും എംപ്ലോയിക്ക്. ആ ഇൻട്രസ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡൻറ്റ് ഫണ്ട് ആകുമ്പോൾ ടാക്സബിൾ അല്ല. സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡൻറ്റ് ഫണ്ട് ആകുമ്പോൾ ടാക്സബിൾ അല്ല. റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട് ആകുമ്പോൾ എന്താണ്, ഇൻട്രസ്റ്റ് ഇൻ എക്സസ് ഓഫ് 9.5%. അതായത് ഇപ്പോൾ ഇൻട്രസ്റ്റ് കിട്ടുന്നത് 9.5% ആണെങ്കിൽ ടാക്സബിൾ അല്ല. അത് 10% ആകുമ്പോൾ ആ 0.5%, അതായത് 9.5ൻ്റെ എക്സസ് വരുന്ന ആ എമൗണ്ട് മാത്രം എന്താവും, ടാക്സബിൾ ആവും. ഓക്കെ, ഇനി അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട് ആകുമ്പോൾ അത് ടാക്സബിൾ അല്ല. അത് കഴിഞ്ഞ് ലംസം റിസീവ്ഡ് ഓൺ റിട്ടയർമെൻറ്റ്. അതായത് ഇത് പ്രോവിഡൻറ്റ് ഫണ്ട് നമ്മൾ റിട്ടയർമെൻറ്റ് സമയത്ത് നമുക്കൊരു ലംസം എമൗണ്ട് കയ്യിൽ കിട്ടുന്നുണ്ട്. അത് സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡൻറ്റ് ഫണ്ട് ആകുമ്പോൾ ടാക്സബിൾ അല്ല. സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡൻറ്റ് ഫണ്ട് ആകുമ്പോൾ ടാക്സബിൾ അല്ല. റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട് ആകുമ്പോഴും ടാക്സബിൾ അല്ല. അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട് ആകുമ്പോൾ എംപ്ലോയേഴ്സ് ഷെയർ ആൻഡ് ഇൻട്രസ്റ്റ് ദെയർ ഓൺ ഈസ് ടാക്സബിൾ. എത്രയാണോ എംപ്ലോയർ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിലേക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് എത്ര ഉണ്ട്, ആ അത്രയും എമൗണ്ട് ടാക്സബിൾ ആണ്. എംപ്ലോയി ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്തില്ല, ടാക്സബിലിറ്റി ഇല്ല. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് നോക്കാനുള്ളത്. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട് എത്രയാണ് വരുന്നത്? അപ്പോൾ നമ്മൾ റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട് ആണെങ്കിൽ എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷൻ എക്സസ് ഓഫ് 12% ഓഫ് സാലറിയാണ്. സാലറിയുടെ 12%-ത്തിലും മുകളിലാണ് വരുന്നതെങ്കിൽ അത് നമ്മൾ എന്താണ് കണക്കാക്കേണ്ടത്. ഈ അവസാനം ലഭിക്കാൻ പോകുന്നത് എംപ്ലോയിക്കാണ്. ഓക്കെ,
അപ്പോൾ രണ്ട് കൂട്ടരാണ് നിക്ഷേപിക്കുന്നത്. എംപ്ലോയർ നിക്ഷേപിക്കുന്നുണ്ട്, എംപ്ലോയി നിക്ഷേപിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഗുണഭോക്താവ് ആവാൻ പോകുന്നത് എംപ്ലോയി മാത്രമാണ്. എംപ്ലോയർ ഇതിൻ്റെ ഗുണഭോക്താവല്ല. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, എംപ്ലോയർ കോൺട്രിബ്യൂഷനാണ്. രണ്ടാമത്തത് എംപ്ലോയി കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡൻറ്റ് ഫണ്ട് ആണെങ്കിൽ എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷൻ ടാക്സബിൾ അല്ല, അതെന്താണ്, എക്സംപ്റ്റഡ് ആണ്. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ഫോർ എ സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡൻറ്റ് ഫണ്ട്, അതായത് ഗവൺമെൻറ് എംപ്ലോയീസിന് വേണ്ടിയിട്ട് പ്രോവിഡൻറ്റ് ഫണ്ട്, സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡൻറ്റ് ഫണ്ടിലേക്ക് നിക്ഷേപിക്കുന്ന തുക ഇറ്റ് ഈസ് നോട്ട് ടാക്സബിൾ ഫോർ ദി എംപ്ലോയി. ഗവൺമെൻറ് എംപ്ലോയിക്ക് അത് ടാക്സബിൾ അല്ല. അത് റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ടിലേക്ക് എപ്പോഴാണ് ടാക്സബിൾ ആവുന്നതെന്ന് വെച്ചാൽ സാലറിയുടെ 12% മുകളിലേക്ക് പോവുകയാണെങ്കിൽ ആ എമൗണ്ട് എത്രയാണോ 12% മുകളിലേക്ക് പോകുന്നത് ആ ഒരു പോർഷൻ ഓഫ് എമൗണ്ട് വിൽ ബി ടാക്സബിൾ. ഓക്കെ, ഇപ്പോൾ സാലറിയുടെ 12% എന്ന് പറയുന്നത് 12,000 രൂപയാണെന്ന് കരുതുക. എംപ്ലോയർ റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ടിലേക്ക് എപ്പോഴും ആരാണ് നിക്ഷേപിക്കുക എന്ന് വെച്ചാൽ ഒരു പ്രൈവറ്റ് എംപ്ലോയർ ആണ് നിക്ഷേപിക്കുക. ഒരു ഗവൺമെൻറ് എംപ്ലോയർ അല്ല, പ്രൈവറ്റ് എംപ്ലോയറാണ് നിക്ഷേപിക്കുക. അപ്പോൾ ഈ പ്രൈവറ്റ് എംപ്ലോയർ ഒരു 15,000 രൂപ റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ടിലേക്ക് നിക്ഷേപിക്കുന്നുണ്ടോ എന്ന് കരുതുക. നോക്കാനുള്ളത് ട്രാൻസ്ഫേർഡ് ബാലൻസ് എന്താണ് എന്നുള്ളതാണ്. ട്രാൻസ്ഫേർഡ് ബാലൻസ്. ഓക്കെ, വെൻ ആൻ അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട് ഈസ് റെക്കഗ്നൈസ്ഡ് ഫോർ ദി ഫസ്റ്റ് ടൈം, അതായത് ഒരു അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട് അത് റെക്കഗ്നൈസ് ചെയ്തു, അതായത് ഒരു അൺരജിസ്റ്റേർഡ് ആയിട്ട് കിടക്കുന്ന ഒരു പ്രോവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ അവർ റെക്കഗ്നൈസ് ചെയ്തു. അപ്പോൾ അവരുടെ പ്രോവിഡൻറ്റ് ഫണ്ടുകളൊക്കെ ഗവൺമെൻറ് അംഗീകരിച്ചു എന്ന് കരുതുക. ഓക്കെ, ദി ബാലൻസ് സ്റ്റാൻഡിംഗ് ടു ദി ക്രെഡിറ്റ് ഓഫ് എംപ്ലോയീസ് പ്രോവിഡൻറ്റ് ഫണ്ട് അക്കൗണ്ട് അറ്റ് ദി ടൈം ഓഫ് ഇറ്റ്സ് റെക്കഗ്നിഷൻ ഈസ് കോൾഡ് ട്രാൻസ്ഫേർഡ് ബാലൻസ്. അതായത് അതുവരെ ഒരു എംപ്ലോയിൻ്റെ ബാലൻസ് ആ അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ടിൽ കിടക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഏത് മൊമെൻറ്റിലാണോ റെക്കഗ്നൈസ് ആവുന്നത് അപ്പോൾ അതുവരെയുള്ള ബാലൻസ്, അൺറെക്കഗ്നൈസ്ഡിൽ കിടന്നിരുന്ന ബാലൻസിൻ്റെ പേരാണ് ട്രാൻസ്ഫേർഡ് ബാലൻസ്. അതങ്ങോട്ട് മാറുന്നുണ്ട്, ഇനി അത് റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ടിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ട്രാൻസ്ഫേർഡ് ബാലൻസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. മിസ്റ്റർ റെഡ്ഡി ഈസ് ദ മാനേജർ ഓഫ് എ കമ്പനി. മിസ്റ്റർ റെഡ്ഡി എന്ന് പറയുന്ന വ്യക്തി ഒരു കമ്പനിയുടെ മാനേജറാണ്. അദ്ദേഹം ആഗ്രയിലാണ് ജോലി ചെയ്യുന്നത്. എല്ലാ മാസവും ഇദ്ദേഹത്തിന് ബേസിക് പേ ആയിട്ട് 15,000 രൂപ കിട്ടുന്നുണ്ട്. ബേസിക് പേ 5,000 രൂപ ഡിയർനെസ് അലവൻസ് ആണ്, 100 രൂപ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആണ്. ഓക്കെ, ഹി കോൺട്രിബ്യൂട്ട്സ് ₹2,250 പെർ മന്ത് ടു റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട്. അപ്പോൾ ഇദ്ദേഹം റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ടിലേക്ക് 2,250 രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എംപ്ലോയർ ഓൾസോ കോൺട്രിബ്യൂട്ട് ദ സിമിലർ എമൗണ്ട്, അതായത് എംപ്ലോയറും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇയാളും 2,250, എംപ്ലോയറും 2,250, അതായത് 4,500 രൂപ രണ്ടുപേരും കൂടി ചേർത്തിട്ട് റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് ദി ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു പി എഫ് ഇറ്റ്സ് 11%, അതായത് ഇൻട്രസ്റ്റ് പി എഫിലേക്ക് കിട്ടിയിരിക്കുന്നത് 11%. ഹി ഓൾസോ റിസീവ്ഡ് ദ ഫോളോയിങ് അലവൻസസ്. അപ്പോൾ ഈ റെഡ്ഡി എന്ന് പറഞ്ഞ വ്യക്തിക്ക് താഴെ പറഞ്ഞിരിക്കുന്ന അലവൻസുകളും കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അലവൻസുകളായിട്ട് വരുന്നത്? ട്രാൻസ്പോർട്ട് അലവൻസ് ഉണ്ട്, 1,700 പെർ മന്താണ് കിട്ടുന്നത്. ഇതൊക്കെ പെർ മന്ത് ഉള്ളതൊക്കെ നമ്മൾ പെർ ആനം ആക്കി മാറ്റണം, പെർ ഇയർ ആക്കിയിട്ട് മാറ്റണം. പിന്നെ സെർവൻ്റ് അലവൻസ് വരുന്നത് 1,000 പെർ മന്ത് ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഹൗസ് റെൻ്റ് അലവൻസ്, ഇയാൾ റെൻ്റ് എത്ര അടയ്ക്കുന്നതെന്ന് വെച്ചാൽ 4,000 രൂപ റെൻ്റ് അടക്കുന്നുണ്ടെങ്കിലും കിട്ടുന്ന ഹൗസ് റെൻ്റ് അലവൻസ് 4,500 ആണ്. ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ അലവൻസ്, 3 ചിൽഡ്രൻ ഉണ്ട് ഇയാൾക്ക്. അപ്പോൾ ചിൽഡ്രൻസിന് എഡ്യൂക്കേഷൻ, അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. ഇവിടെ സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് സാലറി. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത് ബേസിക് പേ ആണ്. അപ്പോൾ ബേസിക് പേ എത്ര വരുന്നു എന്ന് വെച്ചാൽ 1,80,000 രൂപയാണ് ബേസിക് പേ വരുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ ബേസിക് പേ ആയിട്ട് കൊടുത്തിരിക്കുന്നത്, ശ്രദ്ധിക്കുക, ചോദ്യത്തിൽ ബേസിക് പേ ആയിട്ട് കൊടുത്തിരിക്കുന്നത് 15,000 രൂപയാണ്. പ്രതിമാസം 15,000 രൂപയാണ് ബേസിക് പേ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 12 × 15,000 1,80,000 രൂപയാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഡിയർനെസ് അലവൻസ് ആയിട്ട് ചോദ്യത്തിൽ 5,000 രൂപയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 60,000 രൂപയാണ് ഡിയർനെസ് അലവൻസ് ആയിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആയിട്ട് 1,200 രൂപയാണ്. കാര്യം പ്രതിമാസം 100 രൂപ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് കിട്ടുമെന്നതാണ് ചോദ്യത്തിൽ പറയുന്നത്. അപ്പോൾ 100 × 12 1,200 രൂപ. ഇനി അത് കഴിഞ്ഞിട്ട് ഹിസ് കോൺട്രിബ്യൂഷൻ ടു റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട്, അതായത് ഈ വ്യക്തിയുടെ
കോൺട്രിബ്യൂഷൻ റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻ നമ്മളിവിടെ എഴുതേണ്ട കാര്യം വരുന്നില്ല, അത് എക്സംപ്റ്റഡ് ആണ്. റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ടിലേക്ക് എംപ്ലോയി ഇടുന്ന കോൺട്രിബ്യൂഷൻ അത് എക്സംപ്റ്റഡ് ആണ്. അത് കഴിഞ്ഞിട്ട് എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷൻ ഇൻ എക്സസ് ഓഫ് 12%. ഇൻ എക്സസ് ഓഫ് 12% വരുന്ന കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് വെച്ചാൽ 5400 രൂപയാണ്. അതെങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ, ഓക്കെ, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ശ്രദ്ധിക്കുക. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എത്രയാണുള്ളത് പ്രോവിഡൻറ്റ് ഫണ്ടിലേക്ക്? 2250 ഇൻറ്റു 12, 2250 രൂപയാണ് എംപ്ലോയർ പ്രോവിഡൻറ്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, എമൗണ്ട് വരുന്നത് 27,000 ഓക്കെ, ഇനി 12% ഓഫ് സാലറി, 12% ഓഫ് സാലറി നമ്മൾ കാണണം. അപ്പോൾ ഇവിടെ സാലറി എന്ന് പറയുന്നത് ബേസിക് പ്ലസ് DA ഫോമിംഗ് ആണ്. ഫോമിംഗ് മീൻസ് ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, ബേസിക് സാലറി എത്രയാണ് വരുന്നത്? ബേസിക് സാലറി വരുന്നത് 1,80,000 ആണ്. ബേസിക് സാലറി വരുന്നത് 1,80,000 രൂപയാണ്. ഇവിടെ DA ഫോമിംഗ് അല്ല ഉള്ളത്. ഈ ചോദ്യത്തിൽ DA ഫോമിംഗ് അല്ല, DA വെറുതെ എഴുതിയിട്ടുള്ളൂ. DA ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് നമ്മുടെ ചോദ്യത്തിൽ എഴുതിയിട്ടില്ല. അപ്പോൾ DA ഇവിടെ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ബേസിക് സാലറിയുടെ 12% എടുക്കുക. അത് എത്രയാണ് വരുന്നതെന്ന് വെച്ചാൽ 21,600 ആണ്. 21,600 രൂപയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷനിൽ നിന്ന് 12% ഓഫ് സാലറി എന്താണ് ഇവിടെ? ബേസിക്കും DA മാത്രമേ ഉള്ളൂ. മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 27,000 മൈനസ് 21,600. എമൗണ്ട് വരുന്നത് 5,400 ആണ്. ആ എമൗണ്ടാണ് എമൗണ്ട് 5,400. ആ ഒരു എമൗണ്ടാണ് നമ്മളിവിടെ കാണുന്നത്, 5,400. അത് കഴിഞ്ഞിട്ട് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട് ഇൻ എക്സസ് ഓഫ് 9.5%. ഇവിടെ ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്നത്, ചോദ്യം ശ്രദ്ധിക്കുക, ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു PF അറ്റ് 11% ആണ്. 9.5% വരെ എക്സംപ്റ്റഡ് ആണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന ശതമാനത്തിൽ വരുന്ന എമൗണ്ട് എന്താണ്? അത് ടാക്സബിൾ ആണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, 11% ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 2,200 ആണ്. അപ്പോൾ 1% എത്ര വരും? 200 രൂപ. 1% എങ്ങനെ കിട്ടും നമുക്ക്? 2,200 ഡിവൈഡ് ബൈ 11 ചെയ്താൽ മതി. വളരെ സിമ്പിളാണ്. ഓക്കെ, 1% എത്രയാണ്? 200 ആണ്. അപ്പോൾ 9.5% എത്ര വരും? 9.5% 9% വരിക 1,900 വരും. അപ്പോൾ ഈ എമൗണ്ടിന് മുകളിൽ കിട്ടുന്ന എല്ലാ ഇൻട്രസ്റ്റും എന്താണ്? ടാക്സബിൾ ആണ്. യഥാർത്ഥത്തിൽ എത്ര എമൗണ്ട് കിട്ടുന്നുണ്ട്? 2,200 കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് 1,900 കുറയ്ക്കുക, എത്ര വരും? 300 വരും. അതെന്താണ്? ടാക്സബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട് ഇൻ എക്സസ് ഓഫ് 9.5% ഈസ് 300 വിച്ച് ഈസ് ടാക്സബിൾ. അത് കഴിഞ്ഞിട്ട് ട്രാൻസ്പോർട്ട് അലവൻസ് ടാക്സബിൾ ആണ്. ട്രാൻസ്പോർട്ട് അലവൻസ് 1,700 രൂപയാണ് ട്രാൻസ്പോർട്ട് അലവൻസ് വരുന്നത്. അപ്പോൾ 1,700 ഇൻറ്റു 12 20,400 രൂപ ഫുള്ളി കംപ്ലീറ്റ്ലി ടാക്സബിൾ ആണ്. ഹാൻഡിക്യാപ്ഡ്, വിഷ്വലി ഹാൻഡിക്യാപ്ഡ് ആയ വ്യക്തികൾക്ക് മാത്രമേ ഇപ്പോൾ ട്രാൻസ്പോർട്ട് അലവൻസ് കിട്ടുള്ളൂ. അത് എക്സംപ്ഷൻ ലിമിറ്റ് എന്ന് പറഞ്ഞത് 3,200 രൂപയാണ്. അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് ശ്രദ്ധിക്കുക, സെർവൻറ്റ് അലവൻസ്. അപ്പോൾ സെർവൻറ്റ് അലവൻസ് കിട്ടുന്നത് ഒരു പ്രതിമാസം 1,000 രൂപയാണ്. കംപ്ലീറ്റ്ലി ടാക്സബിൾ ആയിട്ടുള്ള അലവൻസ് ആണ് സെർവൻറ്റ് അലവൻസ്. അതുകൊണ്ട് അത് ഫുള്ളായിട്ട് എന്താണ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് HRA വരുന്നുണ്ട്. HRA എത്ര കിട്ടുന്നുണ്ട്? ഇയാൾക്ക് 4,500 പെർ മന്താണ് HRA കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സംഷൻ ലിമിറ്റ് വന്നിരിക്കുന്നത് 30,000 രൂപയാണ്. അതെങ്ങനെ വന്നെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ആക്ച്വൽ HRA എത്രയാണ്? ആക്ച്വൽ HRA 4,500 ഇൻറ്റു 12 വിച്ച് ഈസ് ഈക്വൽ ടു 54,000. അതാണ് ആക്ച്വൽ HRA എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കുക, റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ്
സാലറി. എത്ര റെൻറ്റ്? 4000 പെർ മന്ത് ആണ് റെൻറ്റ് വരുന്നത്. അപ്പോൾ പ്രതിവർഷം 48,000 രൂപ റെൻറ്റ് വരുന്നുണ്ട്. 10% ഓഫ് സാലറി. സാലറി എത്രയാണ് വരുന്നത്? 1,80,000 രൂപയാണ്. നമ്മൾ ഇവിടെ സാലറി എന്തൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്? സാലറി മീൻസ് എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് വരുന്നത്? ബേസിക് വരുന്നുണ്ട്, ബേസിക് പേ വരുന്നുണ്ട്, DA ഫാമിംഗ്, കമ്മീഷൻ. ഇത് മൂന്നും കൂടി ചേർന്നിട്ടാണ് HRIൽ നമ്മൾ സാലറി ആയിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ ഇവിടെ ബേസിക് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. DA ഫാമിംഗ് ഇല്ല, ഇവിടെ കമ്മീഷൻ ഓൺ ടേൺ ഓവറും ഇല്ല. അപ്പോൾ ബേസിക് മാത്രമേ എടുക്കുന്നുള്ളൂ. ബേസിക് എത്ര വരുന്നത്? 1,80,000 ആണ് പെർ ഇയർ വരുന്നത്. അതിൻ്റെ 10% എത്ര വരും? 18,000 വരും. അപ്പോൾ 48,000 നിന്ന് 18,000 മൈനസ് ചെയ്യുമ്പോൾ എത്ര വരുന്നത്? 30,000. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇയാൾ എവിടെയാണ് താമസിക്കുന്നത്? ഹി ലിവ്സ് ഇൻ ആഗ്ര. ആഗ്ര ഒരു മെട്രോപൊളിറ്റൻ സിറ്റി അല്ല. ഓക്കെ. അതുകൊണ്ട് 40% ഓഫ് സാലറി. 40% ഓഫ് സാലറി എത്രയാണ്? 1,80,000. അത് ഇവിടെ ബേസിക് പേ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇതേ റൂൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. 40% ഓഫ് സാലറി, അതായത് 1,80,000 40%. അപ്പോൾ ഇത് മൂന്നിലും ഏതാണ് ഏറ്റവും ചെറുത് വരുന്നത്? റെൻറ്റ് പെയ്ഡ് ആണ് ചെറുത് വരുന്നത്. HRIനെ കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ നമ്മൾ 11th പോർഷനിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഡൗട്ടുള്ളവർ ആ വീഡിയോ ഒന്നും കൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ റെൻറ്റ് പെയ്ഡ് ഇൻ എക്സസ് ഓഫ് 10% ഓഫ് സാലറി ആണ് എക്സംഷൻ ലിമിറ്റ് കിട്ടാൻ പോകുന്നത്. അതാണ് ഏറ്റവും ചെറിയ എമൗണ്ട്. ഓക്കെ. അപ്പോൾ എന്താണ്? ആദ്യം HRI എഴുതി, അതിൻ്റെ എക്സംഷൻ ലിമിറ്റ് കുറച്ചിട്ട് 24,000 രൂപ നമ്മൾ എമൗണ്ട് കോളത്തിൽ എഴുതി. അത് കഴിഞ്ഞിട്ട് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് 5,400 കിട്ടുന്നുണ്ട്. ഒരു കുട്ടിക്ക് 150 വെച്ചിട്ട് 3 കുട്ടിക്ക് കിട്ടുന്നുണ്ട്. 50 രൂപ കിട്ടുന്നുണ്ട്. അപ്പോൾ 450 × 12 5,400 രൂപ എല്ലാ വർഷവും 3 കുട്ടികൾക്കായിട്ട് ചിൽഡ്രൻസ് അലവൻസ്, എഡ്യൂക്കേഷൻ അലവൻസ് കിട്ടുന്നുണ്ട്. പക്ഷേ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ അലവൻസ് ഒരു കുട്ടിക്ക് 100 രൂപ വെച്ചിട്ട് 2 കുട്ടിക്ക് മാത്രമേ എക്സംഷൻ കിട്ടുന്നുള്ളൂ. അങ്ങനെ നോക്കുന്ന നേരത്ത് 200 2 × 100 × 12 2,400 രൂപ എക്സംഷൻ കിട്ടും. അപ്പോൾ 3,000 രൂപ നമ്മൾ ടാക്സബിൾ കോളത്തിലേക്ക് എഴുതാം. അപ്പോൾ ഇത്രയും എമൗണ്ട് ആണ് ടാക്സബിൾ ആയിട്ട് വരുന്നത്. ഗ്രോസ് സാലറി എത്രയാണെന്ന് വെച്ചാൽ 3,06,300 രൂപയാണ് ഗ്രോസ് സാലറി ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതേപോലുള്ള ചോദ്യങ്ങളാണ് കൂടുതലായിട്ടും റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പ്രോവിഡൻറ്റ് ഫണ്ടിൽ നിന്ന് വരാൻ ചാൻസ്. അപ്പോൾ നമ്മളിവിടെ ആകെ കണ്ടത് റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ടിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡൻറ്റ് ഫണ്ട് ആകുമ്പോൾ വലിയൊരു ഇഷ്യൂ വരുന്നില്ല. അവിടെ റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ടിനാണ് കൂടുതലും കണക്കുകൾ വെച്ചിട്ട് ചെയ്യാൻ ചാൻസ് കൂടുതൽ. അണ്ടർ റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട് ആകുമ്പോഴും കാര്യമായിട്ട് കാൽക്കുലേഷൻസ് വരാൻ ചാൻസ് കുറവാണ്. ഇവിടെ ആ 12%, 9.5% ഒക്കെ ഒരു പ്രൊവിഷൻസ് കണക്കിലുള്ളത് കൊണ്ട് ഈ ഒരു റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ടിൽ നിന്നാണ് കൂടുതലും ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ളത്.